Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നെന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ലഭിച്ചിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പതിഞ്ഞ പ്രകടനത്തിന് ശേഷം നിലവിൽ ഏകദേശം നിഫ്റ്റി 50ക്ക് 0.5% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഗ്ലോബലി ഉള്ള ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് സാധിക്കുന്നു എന്നൊരു പോസിറ്റിവിറ്റി കൂടി തന്നെയാണ് ഇന്നത്തെ ഒരു മോർണിംഗ് എന്തായാലും തുടങ്ങിയിരിക്കുന്നത്. ഇന്നലത്തെ ഒരു US മാർക്കറ്റുകളുടെ ഒക്കെ തന്നെ പ്രകടനം നോക്കുകയാണെങ്കിൽ കനത്ത രീതിയിലുള്ള ഒരു നിരാശ തന്നെയായിരുന്നു. അത് തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോൾ ഏകദേശം 1.5% ഒരു വലിയൊരു ഫോൾ ഉണ്ടാകുന്നു. 1.47% ഒരു ഇടിവുണ്ടാകുന്നു. സെമി കണ്ടക്ടർ ഓഹരികളിൽ ഉണ്ടായിരുന്ന ഒരു ഇടിവ് ഒരു സെൽ ഓഫ് ആയിരുന്നു. US മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നെഗറ്റീവ് പെർഫോമൻസിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായത് ഏഷ്യൻ മാർക്കറ്റുകൾ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. വാൾ സ്ട്രീറ്റിലുണ്ടായിരിക്കുന്ന ഒരു ലോസ് ഏഷ്യൻ മാർക്കറ്റിലും തുടരുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. അതിൽ പെടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വിപണിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡേറ്റകൾ കൂടി നിലവിൽ ഇപ്പോൾ US നിന്ന് വന്നിട്ടുണ്ട്. റീറ്റെയിൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്ത ഒരു പ്രകടനം ഉണ്ടാകുന്നു. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് നോക്കുകയാണെങ്കിൽ US ഒരു ലേബർ മാർക്കറ്റ് ഒരു റിസൈലൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയും നൽകുന്നു. എന്നാൽ ജിയോ പൊളിറ്റിക്കലി ഉള്ള സിനാരിയോസ് പരിശോധിക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കും മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റി ഇപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യമാണ്. ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ തന്നെ വില പരിശോധിക്കുകയാണെങ്കിൽ $85 per barrel എന്ന് പറഞ്ഞ ഒരു നിരക്കിൽ തന്നെ നിലനിൽക്കുന്നു. ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 100ന് മുകളിൽ നിൽക്കുന്നു. ഗോൾഡിലേക്ക് വരികയാണെങ്കിലും കാര്യമായ രീതിയിലുള്ളൊരു സ്ട്രെങ്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എസ്പെഷ്യലി വിപ്രോയുടെ പാദഫലം വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാദഫലമായിരുന്നു. ഡോളർ ടേംസിൽ നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു വർധനവ് റവന്യൂവിൽ വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നത് വിപ്രോയുടെ ഒരു പ്രകടനത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഓഹരി 2% ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഹെവിലി പാക്ഡ് ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയായിരുന്നു ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത്. ഈ ഒരു അവസാന ദിനമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. സെമി കണ്ടക്ടർ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിനെ നോക്കി കാണുന്നത്? ആദ്യം തന്നെ ഹാപ്പി മോർണിംഗ് വ്യൂവേഴ്സ് ആൻഡ് താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ. ബട്ട് ഈവൻ ദെൻ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് കിട്ടുന്ന ന്യൂസുകൾ ജിയോ പൊളിറ്റിക്സ് സൈഡിൽ നിന്ന് വലിയ കംഫർട്ടിംഗ് അല്ല. ഒന്നെന്ന് പറയുന്നത് റിപ്പോർട്ട്സ് കമ്മിങ് ഇൻ ദാറ്റ് ഇറാഖ് ഹാസ് അറ്റാക്ഡ് ഖത്തർ. അതായത് ഏതാണ്ട് 6 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് US ഇറാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇറാൻ പല രീതിയിലും തിരിച്ച് ഒരു റിട്ടാലിയേഷൻ എന്നോളം മറ്റുള്ള US ബേസസ് ഇൻ ഗൾഫ് കൺട്രീസ് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. അതിൽ ഇറാഖ് ഖത്തറിനെ അറ്റാക്ക് ചെയ്യണതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഖത്തറും പാകിസ്ഥാനുമായിരുന്നു ഈ പീസ് ടോക്കിൻ്റെ മുന്നിൽ നിന്നത്, അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് പറയാം. ആ ഖത്തറിലേക്ക് അറ്റാക്ക് ചെയ്തത് ഖത്തറിൻ്റെ ഭരണകൂടം ഭയങ്കരമായിട്ട് കണ്ടം ചെയ്തു എന്ന് കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നതെന്ന് പറയുന്നത് നോട്ട് കംഫർട്ടിങ്. കാര്യം വെച്ചാൽ ഇറാൻ ഏത് എക്സ്റ്റെൻഡ് വരെ പോവാം എന്നുള്ള രീതിയിലേക്കാണ് അത് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ഒരു ചെറിയൊരു റൂമർ കേൾക്കുന്നത് ഐ ആം നോട്ട് ഷുവർ, ഇതൊരിക്കലും നമ്മൾ വിശ്വസിക്കരുത്, ഇത് റൂമറായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഈ കിങ് ഫഹദ് കോസ്വേ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജുണ്ട്. എനിക്ക് തോന്നുന്നു 25 kilometers ദാറ്റ് കണക്ട് സൗദി അറേബ്യ ടു ബഹ്റിൻ. മേ ബി നമ്മുടെ ഗൾഫിലുള്ള NRIസിന് അത് വളരെ നന്നായിട്ട് അറിയായിരിക്കും. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിവിന് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഇറാൻ അവിടെ അറ്റാക്ക് ചെയ്യുമെന്നും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തു എന്നും ഒക്കെ ആയിട്ട് പറയുന്നതായിട്ട് റൂമേഴ്സ് പല സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അതായത് അതൊരു വലിയ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് അറ്റാക്ക് ചെയ്തേക്കുന്നതെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. ബട്ട് ഇപ്പോഴും എനിക്ക് ഉറപ്പ് പറയാനില്ല. ജസ്റ്റ് ഞാനൊന്ന് സോഷ്യൽ മീഡിയയിൽ അത് വന്നപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം അതൊരു മേജർ ഇൻസിഡൻ്റ് ആണ് എന്നുള്ള. അതിൻ്റെ റിട്ടാലിയേഷൻ എന്നോളം ഈ പറയുന്ന പോലെ US മിക്കവാറും ഇറാൻ്റെയും സിവിലിയൻ സൈറ്റ്സിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ അത്ര കംഫർട്ടിംഗ് അല്ല. ബട്ട് ഈവൻ തന്നെ നമ്മളെപ്പോഴും പറയില്ലേ, താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ ആൻഡ് ലെറ്റ് ഫ്രൈഡേ ബി എ ബ്യൂട്ടിഫുൾ ഡേ, ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഖത്തറിൻ്റെ കാര്യം ശരിക്കും നടന്നതാണെങ്കിലും ഈ കിങ് ഫഹദ് കോസ്വേ, അതായത് ദാറ്റ് കണക്ട് സൗദി അറേബ്യ ആൻഡ് ബഹ്റിൻ, ആ ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നതിന് കൺഫേംഡ് റിപ്പോർട്ട്സ് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ഒരു റൂമർ മാത്രമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ജിയോ പൊളിറ്റിക്സിൻ്റെ സൈഡിൽ നടക്കുന്നത്. സോ ടെൻഷൻസ് ഇൻ മിഡിൽ ഈസ്റ്റ് ഈസ് എസ്കലേറ്റിംഗ്. സോ ദാറ്റ് ഈസ് വൺ ഗ്ലോബൽ ക്യൂ ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺ ദിസ് ബ്യൂട്ടിഫുൾ ഫ്രൈഡേ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സംടൈംസ് നമ്മൾ മാർക്കറ്റിൽ സാധാരണ പറയാറുണ്ട്
ബോറിംഗ് ഈസ് പ്രോഫിറ്റബിൾ. അതായത് ചില സമയത്ത് ബോറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ പറയും, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിന് ഫിറ്റ് അല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയാറുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലെവൽ ഹെഡായിട്ട് റാഷണലായിട്ട്, അതായത് ചില ഇഷ്യൂസ് സംഭവിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആണെങ്കിൽ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എക്സൈറ്റഡ് ആവാനും പാടില്ല, എന്നാൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ നടക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് പെസിമിസ്റ്റിക് ആവാനും പാടില്ല. അതായത് നമ്മൾ പൊതുവേ മാർക്കറ്റിൽ പറയണമെന്നറിയോ, ക്രിയേറ്റിംഗ് വെൽത്ത് ഇൻ സ്റ്റോക്സ് ഈസ് ഹൗ യു ആർ പൊസിഷനിങ് യുവർ സെൽഫ് എഗെയിൻസ്റ്റ് ആൻ എക്സെൻട്രിക് പേഴ്സൺ കോൾഡ് മിസ്റ്റർ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് എന്ന് പറയുന്ന വ്യക്തി വളരെ എക്സെൻട്രിക് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം 9:15 എന്ന് പറയുമ്പോൾ ഇങ്ങനെ, 9:16 ആകുമ്പോൾ വേറൊരു രീതിയിൽ, വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നമ്മളെ പേടിപ്പിക്കുകയും, അതുമാത്രമല്ല ഈ എക്സ്പയറിയുടെ ഒക്കെ അന്ന് അതിൻ്റെ മൂവ്മെൻറ്റും വയലൻസ് എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതിനനുസരിച്ച് കിടന്ന് ചാടാതെ ഒരു ലെവൽ ഹെഡായിട്ട് ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു പ്ലാൻ വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് സാധാരണ ജയിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാലോ, ഈ സാധാരണ നമ്മൾ ചില കുടുംബങ്ങളിലൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ പുറത്തു നോക്കുമ്പോൾ ആ വീട്ടിൽ ആ കുട്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ കാണിക്കുന്നത് വലിയ വലിയ ഇറാറ്റിക് മൂവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും ആ കുട്ടിയോട് ജീവിക്കുന്ന ആ വീട്ടുകാർ, സഹോദരനോ സഹോദരിയോ അച്ഛനോ അമ്മയോ അമ്മൂമ്മയൊക്കെ നോക്കുമ്പോൾ ഈ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അവർ ഡീൽ ചെയ്യുന്നത് വളരെ കാമായിട്ടാണ്. അതായത് എക്സെൻട്രിസിറ്റിയെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു ഫാമിലി എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ, അതാരും ഡോണ്ട് ടേക്ക് ഇറ്റ് ടു യുവർ ഹാർട്ട്. ഇത് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ ഇതിങ്ങനെയാണ്, ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ ബീസ്റ്റ്. അതായത് ഈ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ്, വളരെ വോളട്ടൈലാണ്, വളരെ എക്സെൻട്രിക് ആണ്, വളരെ സെൻസിറ്റീവാണ്, ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. അതിൻ്റെ ഇടയിൽ കിടന്ന് ചാടാതെ വളരെ ലെവൽ ഹെഡായിട്ട് പോകണം എന്നുള്ള. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ബോറിംഗ് ഈസ് പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത്, ഈ പോൾ സാമുവൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫേമസ് കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തറിയോ, ഇൻവെസ്റ്റിംഗ് ഷുഡ് ബി മോർ ലൈക്ക് വാച്ചിങ് എ പെയിൻറ്റ് ഡ്രൈ. അതായത് നമ്മൾ മതിലൊരു പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കാലതാമസം എടുക്കും, അത് ഉണങ്ങാനായിട്ട് ഒരു സമയതാമസം എടുക്കും. അപ്പോൾ അത് ഡ്രൈ ചെയ്യണത് പോലെ, അത് ഡ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാച്ചിങ് ഗ്രാസ് ഗ്രോസ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, ഒരു ചെടി വളരണ പോലെ. അത് കാര്യം ഇതിന് രണ്ടിനും സമയമെടുക്കും, അത് വാച്ച് ചെയ്ത് ക്ഷമയോട് കാത്തിരിക്കുക എന്നുള്ള. അപ്പം ഈ പോൾ സാമുവൽസൻ്റെ വാക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റിംഗ് ഷുഡ് ബി മോർ ലൈക്ക് വാച്ചിങ് പെയിൻറ്റ് ഡ്രൈ or watching grass grow. If you want excitement, take $800 and go to Las Vegas. നിങ്ങൾക്ക് മാർക്കറ്റിൽ എക്സൈറ്റ്മെൻ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാംബ്ലിങ്ങിന് വേണ്ടി ലാസ് വേഗാസിൽ പോവുക, $800 ആയിട്ട് എന്നുള്ള രീതിയിൽ പോൾ സാമുവൽസൺ പറഞ്ഞിട്ടുണ്ട്. അതായത് മാർക്കറ്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു ലെവൽ ഹെഡും റാഷണാലിറ്റിയോടുകൂടി വരണം, അല്ലാണ്ട് വലിയ എന്താ പറയുക ഈ എക്സൈറ്റ്മെൻറ്റും പെസിമിസും ഒക്കെ ആയിട്ട് വരരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണ് അത് ഇന്നത്തെ ദിവസം ഞാനത് കോട്ട് ചെയ്യുന്നു വെച്ചാൽ, ഇന്ത്യൻ മാർക്കറ്റിനെ നമ്മൾ പൊതുവെ കുറച്ച് കാലമായിട്ട് ബോറിംഗ് മാർക്കറ്റ് എന്നാണ് വിളിച്ചത്. ബോറിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കൺസോൾട്ടേഷനിലാണ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഡെക്സിൽ തന്നെ സ്റ്റക്കാണ് മാസങ്ങളായി, കൊല്ലങ്ങളായിട്ട്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കയറിയിട്ടേ ഇല്ല, ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആണ് എന്ന് ചിലവർ പറയാറുണ്ട്. പ്രോബബ്ലി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവർ മേടിച്ചിരിക്കുന്ന സ്റ്റോക്സ് ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഇൻഡെക്സിൽ മാത്രം ട്രേഡ് ചെയ്യണവരായിരിക്കാം. ബട്ട് വേറൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററോ ട്രേഡറിനെ സംബന്ധിച്ച് ലുക്കിംഗ് ബിയോണ്ട് ഇൻഡെക്സ് പല മേജർ ബ്രോഡായിട്ടുള്ള മിഡ് ക്യാപ്പുകളിലോ സ്മോൾ ക്യാപ്പിലോ ഇൻവെസ്റ്റ് ചെയ്തവർ വലിയ രീതിയിൽ കാശുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് പറയുകയാണ് മാർക്കറ്റ് വളരെ ബോറാണ്, ഞാൻ കാശൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയണമെങ്കിൽ മാർക്കറ്റിൻ്റെ കുഴപ്പമില്ല, അത് നമ്മുടെ കുഴപ്പമാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. കാര്യം നമ്മൾ മാർക്കറ്റിനെ ഫുള്ളായിട്ട് മേടിക്കാനല്ലല്ലോ വരുന്നത്. നമ്മൾ ആ മാർക്കറ്റിനകത്ത് കുറച്ച് സ്റ്റോക്കുകൾ മേടിച്ച് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് വേണം. ഇപ്പം മാർക്കറ്റിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് മൂവ് ചെയ്യും, വേറെ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റോക്സ് മൂവ് ചെയ്യാതെയും ഇരുന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ മൂവ് ചെയ്യാത്ത സ്റ്റോക്സാണ് ഇരിക്കുന്നത്, കയറിയ സ്റ്റോക്കുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അതിനകത്തൊരു വാസ്തവം. അപ്പോൾ നമ്മൾ പൊതുവേ എന്നാലും മനുഷ്യൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ ബോറിംഗ് ആണ്, ഒരു മൂവ്മെൻറ്റും ഇല്ല നിഫ്റ്റിയിൽ എന്ന് വളരെ രീതിയിൽ അതിനെ ബ്ലെയിം ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോൾ സിറ്റുവേഷൻ വളരെ വ്യത്യാസമാണ് എന്നുള്ള. എനിവേ നമുക്ക് ആ ഒരു ആർഗ്യുമെൻ്റ് തന്നെ എടുക്കാം. അതായത് വൈ ഇന്ത്യൻ മാർക്കറ്റ് ഇസ് ബോറിംഗ്. നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ FISൻ്റെ സെല്ലിംഗ് ഭയങ്കരമായിട്ടുണ്ട്. അതിന് രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയണമെന്ന് വെച്ചാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സിൻ്റെ പ്രശ്നം, കറൻസിയുടെ പ്രശ്നം, എക്കണോമിയിൽ വിശ്വാസമില്ല, എക്കണോമി മോശമാണ് എന്നുള്ളതൊക്കെ ഒരു വശം.
വേറൊരു വശത്ത് വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വേറെ കുറേ സ്റ്റോക്സിൽ FII മേടിക്കുന്നുണ്ടല്ലോ, അവിടെ ഈ ക്യാപിറ്റൽ കോയിൻസിൻ്റെ പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം FIIs നെറ്റ് സെല്ലേഴ്സ് ടു ദ ട്യൂൺ ഓഫ് 5,000 crore എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന 5,000 കോടി എടുത്ത് സെല്ല് ചെയ്യുന്നു എന്നുള്ളതല്ല അർത്ഥം. അവർ ചിലപ്പോൾ 15,000 കോടിക്ക് സെല്ല് ചെയ്യും, 10,000 കോടിക്ക് ബൈ ചെയ്യും. സെല്ല് ചെയ്യുന്നത് കൂടുതൽ, ബൈ ചെയ്യുന്നത് കുറവാണെങ്കിൽ നമ്മൾ അതിനെ നെറ്റ് സെൽ ടു ഈ ഡിഫറൻസ് ഓഫ് 5,000 crore എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊരു 10,000 കോടിക്ക് ഇവർ മേടിക്കുന്നുണ്ട്. ആ 10,000 കോടിയുടെ മേടിക്കുന്നതിൻ്റെ അവിടെ കറൻസി പ്രശ്നമില്ലേ, ക്യാപിറ്റൽ ഗെയിൻസ് പ്രശ്നമില്ലേ, എക്കണോമി പ്രശ്നമില്ലേ എന്നൊക്കെ ഉള്ളത് വേറൊരു സ്കൂൾ ഓഫ് തോട്ട് വിശ്വസിക്കുന്നു എന്നുള്ള. ബട്ട് ഈവൻ ദെൻ ഞാൻ ഏതായാലും ഇന്ന് ഒരു സ്കൂൾ ഓഫ് തോട്ട്, അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ബോറിംഗ് എന്ന് പറയുന്നവരുടെ കൂടെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ബോറിംഗ് എന്ന് പറയാനുള്ള പ്രത്യേകമുള്ള കാരണം ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിൽ മൂവ്മെൻറ്റ് തന്നില്ല. അതിൻ്റെ അപ്പുറത്ത് സ്റ്റോക്സ് മൂവ് ചെയ്തൊക്കെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. എന്നാൽ ഇൻഡെക്സ് വലിയ പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു റിട്ടേൺ തന്നായിട്ട് കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ ഈ FISൻ്റെ സെല്ലിംഗ് റാഷണലായിട്ടോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടും അല്ലാതെ ഒരു നല്ലൊരു മിഡിൽ പാത്ത് ഉണ്ട്. ആ മിഡിൽ പാത്ത് വെച്ചാൽ മണി എന്നും റിട്ടേൺസിനെയാണ് ചേസ് ചെയ്യുന്നത്. ആ റിട്ടേൺ ആര് തരുമോ ആ റിട്ടേണിൻ്റെ പുറകെ മണി പോകുന്നില്ല. അപ്പോൾ FIIs ഇന്ത്യയിൽ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സിലുള്ള സ്റ്റോക്സിനെ സെല്ല് ചെയ്യാൻ ഉള്ള കാരണം എന്താ? അവർക്ക് ഇതിനേക്കാളിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയോ കിട്ടുന്നുണ്ടെന്നുള്ള. അതായത് ഇതിനേക്കാളിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്നല്ല, ഏതെങ്കിലും ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ആ രാജ്യത്തിൻ്റെ എക്കണോമിക് കൺസിഡറേഷൻസ്, അവിടെ കറൻസിയുടെ ഇഷ്യൂസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സ്, ഇതെല്ലാം നമ്മൾ വച്ചിട്ട് നെറ്റായിട്ട് നമുക്ക് ആ രാജ്യത്തിൽ നിന്ന് എന്ത് കിട്ടുന്നത് നമ്മൾ ചിന്തിക്കും. അതേസമയം അതേ പൈസ വേറൊരു സ്ഥലത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ കറൻസി, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, അവിടുത്തെ എക്കണോമിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി ബെറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടം സെല്ല് ചെയ്ത് അങ്ങോട്ട് പോകുക എന്നുള്ളത് നമ്മളും ചെയ്യുന്നല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൽ 2 സ്റ്റോക്കുണ്ട്. നമ്മളെവിടെ താഴോട്ട് പോകുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഏർണിങ്സ് ഇല്ലാത്ത സ്റ്റോക്ക് നമ്മൾ മേടിച്ച് കൂട്ടും, ഏർണിങ്സ് ഉള്ള സ്റ്റോക്ക്. ഇതൊക്കെ മാർക്കറ്റിൽ സർവ്വസാധാരണമായിട്ട് വരുന്നതാണ്. ഇതാദ്യമായിട്ടുമല്ല, ഇതിനു മുമ്പേ ഈ സാഹചര്യത്തിൽ കൂടി മാർക്കറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നില്ല. അപ്പം നമുക്കെന്ത്, ഇപ്പോൾ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ സെല്ലിംഗ് നടത്തി ആൾക്കാർ പോയി. ഒരുപാട് സെല്ലേഴ്സ് ഉള്ളതുകൊണ്ടും വലിയ ക്വാണ്ടിറ്റി ഓഫ് സെല്ലിംഗ് ഉള്ളതുകൊണ്ടും നമ്മൾ മ്യൂച്വൽ ഫണ്ട് വഴി, അതായത് നമ്മൾ സിപ്പ് വഴി മ്യൂച്വൽ ഫണ്ട് വഴി കൊടുക്കുന്ന വലിയ ഫണ്ടുകൾ ഉപയോഗിച്ച് മാർക്കറ്റിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന മാർക്കറ്റിനെ മുകളിലോട്ട് ബൈ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നതിന് പകരം സ്റ്റെബിലൈസ്ഡ് അല്ലാതെ താഴോട്ട് പോകാൻ തയ്യാറായിരിക്കുന്ന FIIയുടെ സെല്ലിംഗ് കാരണം താഴോട്ട് പോകാൻ തയ്യാറായിരിക്കുന്ന മാർക്കറ്റിൽ ബൈയിങ് വരുമ്പോൾ ഇതിനൊരു ന്യൂട്രൽ എഫക്റ്റ് മാത്രമേ മാർക്കറ്റിൽ വരുന്നുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ താഴോട്ട് പോണ വെള്ളത്തിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ആദ്യത്തെ ലെവലിൽ വന്ന് നിൽക്കുകയുള്ളൂ. അതേസമയം FIIയുടെ സെല്ലിംഗ് ഇല്ല, വെള്ളം ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അവിടേക്കാണ് DISൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബൈയിങ് വരണമെങ്കിൽ വെള്ളം ഉയർന്നേനെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഇൻഡെക്സിനെ ഒരു സാധാരണക്കാരൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ടും വളരെ ഫ്ലാറ്റായിട്ടും വളരെ കൺസോൾട്ടിങ് ആയിട്ടും കാണാമെന്നില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ആൾക്കാർ സെല്ല് ചെയ്ത് ഈ പൈസ ഉപയോഗിച്ച് എങ്ങോട്ടൊക്കെയാണ് പോയത്? നമുക്കറിയാം, ഗ്ലോബലിയുള്ള AI ചിപ്പ്, സെമി കണ്ടക്ടർ, ഡേറ്റാ സെൻറ്റർ സ്റ്റോക്കുകളിലേക്കാണ് പൈസ പോയത്. കാര്യം ഈ പൈസ എടുത്തുകൊണ്ട് പോയവർ വിശ്വസിക്കുന്നത് അവരുടെ പൈസയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ്, എല്ലാ FIIസിൻ്റെ അല്ല, എടുത്തുകൊണ്ട് പോയ FIIs, ഒരുപാട് FIIs വേറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. എടുത്തുകൊണ്ട് പോയ FIIs വിശ്വസിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ ബാക്കി എല്ലാ കറൻസി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ്സ് റിസ്ക്, അല്ലെങ്കിൽ എക്കണോമിക് റിസ്ക്, കൺട്രി റിസ്ക് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അവർ മണി ഈസ് ബെറ്റർ ഇൻവെസ്റ്റഡ് ഇൻ മൊമെൻറ്റം ഓർ കമ്പനീസ് ദാറ്റ് ഈസ് പ്രോബബ്ലി ഗോയിങ് അപ്പ്. എന്തുകൊണ്ട്? ഈ പറയുന്ന AI, സെമി കണ്ടക്ടർ, ഡേറ്റ സ്റ്റോക്സ് ആണ് വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അതുകൊണ്ട് ആ സ്റ്റോക്സിൻ്റെ ഈ പറയുന്ന പോലെ ഏർണിങ്സ് ഭയങ്കര കൂടുതലാണ്. അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഈ ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും വളരെ വലുതാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ സെല്ല് ചെയ്ത് പൈസ പുറത്തോട്ട് പോകുന്നത്. അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് US-ലുള്ള AI ഡേറ്റാ സെൻറ്റർ, മെമ്മറി സ്റ്റോക്സ്, സൗത്ത് കൊറിയ, ടായ്വാൻ പോലെയുള്ള മാർക്കറ്റുകളിലെ സ്റ്റോക്സാണ് ഭയങ്കരമായിട്ട് കയറിയത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമെന്നില്ല. ബട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന സ്റ്റോക്കുകൾ അതാത് മാർക്കറ്റുകളിലെ ഇൻഡെക്സിലെ വെയിറ്റേജ് ഇത്രയും നാൾ എന്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡിസസ്, അതായത് പ്രത്യേകിച്ച് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് നമ്മൾ ബോറിംഗ് ആണ്, കൺസോൾഡേറ്റിംഗ് ആണ്,
കമ്പയർഡ് ടു നാസ്ഡാക്ക് അല്ലെങ്കിൽ കമ്പയർഡ് ടു കോസ്പി അല്ലെങ്കിൽ കമ്പയർഡ് ടു ടൈവാൻ ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കയറുന്നില്ല എന്ന് പറയാൻ കാര്യം എന്താ? ഇന്ത്യയിലെ ഇൻഡെക്സിൽ ഈ പറയുന്ന AI ഡേറ്റാ സെൻറ്റർ മെമ്മറി ചിപ്പ് സ്റ്റോക്കുകൾ ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവരുടെ ഇൻഡിസസിൽ ഈ വക സ്റ്റോക്സ് വളരെ വലുതായിട്ട് ഉണ്ട് എന്നുള്ളത്. അതുമാത്രമല്ല ആ സ്റ്റോക്സിൻ്റെ വെയിറ്റേജ് അതാത് ഇൻഡെക്സുകളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിലേക്ക് ബൈങ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സ് കയറും. അപ്പോൾ വേറൊരു സൈഡും കൂടെയുണ്ട്. എന്നാൽ ഈ സ്റ്റോക്സിൽ സെല്ലിംഗ് വരുമ്പോൾ അതേപോലെ ഇൻഡെക്സ് താഴോട്ടും പോവും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് എന്നുള്ള. അപ്പോൾ അതിനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്, കോൺസെൻട്രേഷൻ റിസ്ക്. അതായത് ഒരു ഇൻഡിസസിൽ ചില സ്റ്റോക്കുകളുടെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും സെല്ല് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ആ ഇൻഡെക്സ് തന്നെ താഴേക്ക് വരും. ബൈയിങ് ആണ് കൂടുതലെങ്കിൽ ആ ഇൻഡെക്സ് തന്നെ അങ്ങനെ തന്നെ മുകളിൽ കയറുകയും കൂടെ ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസെൻട്രേഷൻ റിസ്ക് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വളരെ ബേസിക് ലെവലിലുള്ള ചില പ്രേക്ഷകരുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്. ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക, എന്താണ് ഈ കോൺസെൻട്രേഷൻ റിസ്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സിൽ ബൈയിങ്ങോ സെല്ലിങ്ങോ വരുമ്പോൾ ഈ ഇൻഡെക്സ് ഭയങ്കരമായിട്ട് പോകുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ ഇവിടെ നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ നമ്മൾ നിഫ്റ്റിയെ 50 എന്ന് പറയാൻ കാര്യം എന്താ? നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ 10,000 ടോട്ടൽ ലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ഉണ്ടെന്ന് വിചാരിക്കാം. എങ്കിലും ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, അതായത് മാർക്കറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എന്താണ് മാർക്കറ്റിൻ്റെ മൂഡ്, എന്താണ് മാർക്കറ്റിൻ്റെ റേഞ്ച്, മാർക്കറ്റിൻ്റെ ഈ ഇൻഡിസസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്കണോമിയുടെ ഒരു ബാരോമീറ്റർ ആണല്ലോ, ഒരു പോയിൻ്റർ ആണല്ലോ. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഇൻഡെക്സിൽ നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് നിഫ്റ്റി 50 എന്നാണ്. അതായത് ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഈ പറയുന്ന പോലെ ഇൻഡെക്സാണ് നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 10,000-5,000 കമ്പനീസ് ലിസ്റ്റഡ് ആണെന്ന് വിചാരിക്കുക. ബട്ട് ഈ 5,000 കമ്പനീസിൻ്റെ ഈ മൂവ്മെൻറ്റ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പായിട്ടുള്ള ലാർജസ്റ്റ് കമ്പനി ഏറ്റവും മുകളിൽ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലാർജസ്റ്റ് കമ്പനി, അങ്ങനെ എല്ലാ കമ്പനികളും കൂടെ ചേർന്ന് ആദ്യത്തെ 50 കമ്പനിയെ വെച്ചിട്ട് നമ്മളൊരു വെയിറ്റേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡെക്സാണ് നിഫ്റ്റി 50. അപ്പോൾ നിഫ്റ്റി 50 പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യത്തെ 50 കമ്പനീസിൻ്റെ മൂവ്മെൻറ്റും അവരുടെ വെയിറ്റേജ് ഈ ഇൻഡെക്സിലുമാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക എന്നല്ല. അതിനെ കുറച്ചുകൂടി ഞാൻ ബേസിക് ലെവലിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒരു ഇൻഡെക്സ്, അത് ഏത് ഇൻഡെക്സോ ആയിക്കോട്ടെ, അതിലൊരു എക്സാമ്പിളിന് വേണ്ടി ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് 100 സ്റ്റോക്കാണ് ആ ഇൻഡെക്സിൽ ഉള്ളതെന്ന് വിചാരിക്കുക. അതിൽ NVIDIA എന്ന് പറയുന്ന സ്റ്റോക്ക് ടോട്ടൽ മാർക്കറ്റിൽ ആ ഇൻഡെക്സിൻ്റെ 11% വെയിറ്റ് എന്ന് വയ്ക്കുക. അവരുടെ വെയിറ്റ് 11% വയ്ക്കുക. രണ്ടാമത് AMD എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, അവരുടെ വെയിറ്റ് 10% വിചാരിക്കുക. ബ്രോഡ്കോം എന്ന് പറയുന്ന കമ്പനി 9% ഇൻഡെക്സിൽ വെയിറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 കമ്പനിയും കൂടെ ചേർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ടോട്ടൽ ഈ 100-ൽ ഏതാണ്ട് 30% ഈ 3 കമ്പനിയാണ് അവരുടെ വെയിറ്റേജ് വരണമെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഈ 3 കമ്പനിയും 5% ഫോൾ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡെക്സിൻ്റെ എത്ര പെർസെൻറ്റേജ് വീഴും എന്ന് നോക്കാം. നമുക്കറിയാലോ, NVIDIA എന്ന് പറയുന്ന ആ ഇൻഡെക്സിൻ്റെ 10% ആണെങ്കിൽ NVIDIA 5% താഴേക്ക് ഒരു ദിവസം പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടോട്ടൽ ഇൻഡെക്സ് വീണേൻ്റെ 0.55% കോൺട്രിബ്യൂട്ട് ചെയ്തത് NVIDIA ആണെന്നുള്ള കണക്ക് നമുക്ക് കിട്ടും എന്നുള്ള. അതേപോലെ AMD, നമ്മൾ പറഞ്ഞല്ലോ AMD എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ഇൻഡെക്സിൻ്റെ വെയിറ്റ് 10% വിചാരിക്കാം. ഒരു ദിവസം ആ AMD 5% താഴെ പോവുകയാണെങ്കിൽ ആ ഇൻഡെക്സ് വീണേൻ്റെ എത്ര പെർസെൻറ്റേജാണ് AMD കോൺട്രിബ്യൂട്ട് ചെയ്തത്? 0.5% ഓഫ് ഇൻഡെക്സ് ഫോൾ. അതുകൂടാതെ നമ്മൾ ബ്രോഡ്കോം പറഞ്ഞു. എത്രയാണ് ബ്രോഡ്കോമിൽ ആ ഇൻഡെക്സിനുള്ള വെയിറ്റേജ്? 9% ഇൻഡെക്സ് വെയിറ്റേജ്. ആ സ്റ്റോക്ക് അന്നത്തെ ദിവസം 5% താഴെ പോകണമെങ്കിൽ ആ താഴോട്ട് വന്ന ഇൻഡെക്സിൻ്റെ എത്ര വെയിറ്റേജ് ആണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തത്? 0.45%. അപ്പോൾ എത്രത്തോളം വെയിറ്റ് ആണ് ഒരു സ്റ്റോക്കിൽ ഇൻഡെക്സ് ഉള്ളത്, അതിനനുസരിച്ച് അതിൻ്റെ ഫോള് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ഇവർ 3 പേരും കൂടെ ചേർന്ന്, അതായത് ടോട്ടൽ ഇൻഡെക്സിൽ 30% വെയിറ്റേജ് ഉള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഇൻഡെക്സിൻ്റെ വീഴ്ചയുടെ
1.5% ആണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് ഇവരുടെ വീഴ്ചയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ബാക്കി റെസ്റ്റ് ഓഫ് ദ 97 സ്റ്റോക്സ്, അതായത് ഈ മൂന്നെണ്ണത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഒരു ഇൻഡെക്സിൽ 100 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളവൻ്റെ മൂവ്മെൻറ്റ്, അത് മുകളിലേക്കായാലും ശരി താഴേക്കാണെങ്കിലും ശരി, അത് ഡിറ്റർമിൻ ചെയ്യും ഇൻഡെക്സ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഈ ഒരു കാര്യം പറയുന്നത്. ഇൻഡെക്സിൽ ചില സ്റ്റോക്കുകൾക്ക് ആ ഇൻഡെക്സിലുള്ള ഇൻഫ്ലുവൻസ് വെയിറ്റേജ് കൂടുതലാണെങ്കിൽ ബൈ ചെയ്യുമ്പോൾ, ഈ സ്റ്റോക്കുകളിൽ ബൈ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യും, സെൽ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് അസിമെട്രിക് ആയിട്ടുള്ള അപ്സൈഡ് അല്ലെങ്കിൽ അസിമെട്രിക് ആയിട്ടുള്ള ഡൗൺ സൈഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാസ്ഡാക്ക് ആണെങ്കിലും സൗത്ത് കൊറിയൻ മാർക്കറ്റായ കോസ്പി ആണെങ്കിലും തായ്വാൻ മാർക്കറ്റായിട്ട് ടായെക്സ് ആണെങ്കിലും ഇവരുടെയൊക്കെ ഇൻഡെക്സിനകത്ത് ഈ വക സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഇവർക്ക് ഇതിനകത്ത് ഭയങ്കര വെയിറ്റേജ് ഉള്ളതുകൊണ്ട് ഇവരിലേക്ക് ബൈയിങ് സെല്ലിങ് വരുമ്പോൾ അവരുടെ ഇൻഡിസസ് ഭയങ്കരമായിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യും. നമ്മുടെ ഇതിനകത്ത് ഈ ഇൻഡെക്സുകളിൽ നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും നമുക്ക് അടുത്ത കാലത്ത് പൈസ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന AI സെമി കണ്ടക്ടർ ചിപ്പ് ഡേറ്റാ സെൻറ്റർ സ്റ്റോക്കുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഇത്രയും മൂവ്മെൻറ്റ് അതിനകത്തില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ വെയിറ്റേജ് ഏതാണ്ട് ഡൈവേഴ്സിഫൈഡ് ആണ്. കോൺസെൻട്രേഷൻ ഉണ്ട്, ബട്ട് ഈവൻ ദെൻ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കുകളാണ്, നമ്മുടെ ഒരുപാട് സെക്ടറുള്ള സ്റ്റോക്സുകളാണ് ഇൻഡെക്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ്. എന്തായിരുന്നു നെഗറ്റീവ്? മറ്റുള്ള AI സ്റ്റോക്കുകളിൽ ബൈയിങ് വരുമ്പോൾ ആ ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കയറുന്നു, നമ്മൾ ഒരു മണ്ടനെ പോലെ നോക്കി നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചു. മറ്റേതിൽ സെല്ലിംഗ് വന്ന് അത് ഭയങ്കരമായിട്ട് താഴേക്ക് വന്നപ്പോൾ നമ്മുടെ ഇൻഡെക്സ് വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. ഉദാഹരണത്തിന് ഇന്നലെ ജൂലൈ 16, ഇന്നലെ S&P 500ൻ്റെ S&P 500 എന്ന് പറയുന്ന ഇൻഡെക്സിലെ 2/3 കമ്പനി, അതായത് 2/3 ഓഫ് ദ കമ്പനീസ് ഇൻ S&P 500 വേർ പോസിറ്റീവ്. വളരെ ചുരുക്കം കമ്പനീസ് മാത്രമേ നെഗറ്റീവായിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ ആ വീണ കമ്പനീസിന് S&P 500 ഇൻഡെക്സിലെ വെയിറ്റേജ് കൂടുതലുള്ളതുകൊണ്ട് അവർ താഴോട്ട് വീണപ്പോൾ S&P 500 ഇന്നലെ -0.05% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അതിനകത്തുള്ള കോറലേഷൻ. എന്തുകൊണ്ടാണ്? NVIDIയയ്ക്കും ബ്രോഡ്കോമിനും S&P 500 നല്ല രീതിയിൽ ഒരു വെയിറ്റേജ് ഉണ്ടെങ്കിൽ അവർ താഴെ വരികയാണെങ്കിൽ ഇത് താഴേക്ക് വരും എന്നുള്ള രീതിയിലാണ്. നമ്മളിത് US മാർക്കറ്റിനെ പറഞ്ഞു. ഞാനൊരു എക്സാമ്പിൾ സൗത്ത് കൊറിയൻ മാർക്കറ്റ് പറയുകയാണെങ്കിൽ സാംസങ് ഇലക്ട്രോണിക്സ്, SK ഹൈനിക്സ്, അവിടുത്തെ സൗത്ത് കൊറിയൻ ഇൻഡിസസ് ആയ കോസ്പിയുടെ 40%, 50% അവർ ഹോൾഡ് ചെയ്യുന്നു. ഇന്നലെ കോസ്പിയിൽ SK ഹൈനിക്സ് വീണത് ഈ പറഞ്ഞ പോലെ SK ഹൈനിക്സും വീണു, ഈ പറഞ്ഞ പോലെ സാംസങ്ങും വീണത് കാരണം കോസ്പി വീണത് 5%, 6%. കാര്യം അവരുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വളരെ വലുതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഒരു ക്രിക്കറ്റ് ടീം പോലെ നോക്കിയാൽ മതി. നമ്മുടെ ടോപ്പ് 5 ബാറ്റ്സ്മെൻസിന് ആ ഒരു റൺ എടുക്കാനുള്ള ഇന്ത്യൻ ടീമിലെ വെയിറ്റേജ് വളരെ ഹൈ ആണെന്ന് വിചാരിക്കുക. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, അങ്ങനെയുള്ള നമ്മുടെ ടോപ്പ് ബാറ്റ്സ്മാൻമാർ, KL രാഹുൽ, ശുഭ്മൻ ഗിൽ, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് നമ്മുടെ 300 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനുള്ള ഹെവി വെയ്റ്റ്സ്. അവരെല്ലാവരും ഔട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളവർ എത്ര കൂട്ടിയാലും അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇത് വരണമെന്ന് റൈറ്റ് കമ്പാരിസൺ അല്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റി അടുത്ത കാലത്ത് ഈ സെമി കണ്ടക്ടർ സ്റ്റോക്സിൽ ഭയങ്കരമായിട്ട് സെല്ലിങ്? ഒന്ന്, ഈ AI ക്യാപെക്സ്, AIയിലേക്ക് വേണ്ടിയിരിക്കുന്ന ക്യാപെക്സ് എക്സ്പെൻഡിച്ചർ സസ്റ്റൈനബിൾ ആണോ ആവോ ഇല്ലേ എന്നുള്ളൊരു പേടി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഉണ്ടാക്കി ഈ ഓവർ കപ്പാസിറ്റി, അതായത് പൊട്ടൻഷ്യൽ ഓവർ കപ്പാസിറ്റി ആവോ എന്നുള്ളൊരു പേടി രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പ്രോഫിറ്റബിലിറ്റി. ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും, അതായത് 100 രൂപയാണ് ഈ AI ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 50% എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളൊരു പേടി ഉണ്ടാവാം. പിന്നെ US ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണെങ്കിൽ എങ്ങനെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതായത് കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഏർണിങ്സ് എങ്ങനെ മാറും? ഇത് മാത്രമല്ല സൗത്ത് കൊറിയൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ വലിയ ഓവർ ലിവറേജ്ഡ് ആണ്. ആ മാർജിൻ ട്രേഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും റെഗുലേറ്ററി ഇഷ്യൂ വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാവും എന്നുള്ള പേടി എല്ലാം കൊണ്ട് ഞാൻ ഈ US മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റും തായ്വാനും എല്ലാം കൂടെ ചേർത്താണ് പറഞ്ഞത് എല്ലാം നെഗറ്റീവാണ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇന്നലെ ഒരു ദിവസം മാത്രം സാൻഡിസ്ക് വീണത് 14 തൊട്ട് 15% ഡൗൺ ആണ്.
ലാസ്റ്റ് 7 ദിവസമായിട്ട് അവിടെ സെല്ലിംഗ് ആണ്. 20% സാൻഡിസ്ക് അല്ല എസ് കെ ഹൈനിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ മാത്രം 14 മുതൽ 15% വീണു. 7 ദിവസമായിട്ട് 20% എസ് കെ ഹൈനിക്സ് വീണു എന്നുള്ള. സാൻഡിസ്ക് ഏതാണ്ട് 13% ഇന്നലെ വീണത്. ഒരാഴ്ചയായിട്ട് ഏതാണ്ട് 30% താഴെ വീണു. ഇൻ്റൽ -5.8% ഡൗൺ ആയപ്പോൾ 7 ദിവസമായിട്ട് ഏതാണ്ട് -21% ആണ്. മൈക്രോൺ ഏതാണ്ട് 5.6% to 9% ഇന്നലെ വീണപ്പോൾ ടോട്ടൽ 13% 7 ദിവസമായിട്ട് ഡൗൺ ആണ്. AMD ഇന്നലെ മാത്രം 5.3% ഡൗൺ ആയപ്പോൾ ഒരാഴ്ചയായിട്ട് 7-8% ഡൗൺ ആണ്. NVIDIA ഇന്നലെ ഫ്ലാറ്റ് ടു -2% ആണ്, പക്ഷേ ഒരാഴ്ചയായിട്ട് -5.7% ആണ് എന്നുള്ള. അപ്പം അതുകൊണ്ട് ഇത്രയും സ്റ്റോക്സ് വീണപ്പോൾ എന്ത് പറ്റി? അവർ പ്രതിനിധീകരിക്കുന്ന ഇൻഡെക്സിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം. സൗത്ത് കൊറിയയുടെ കോസ്പി ഇന്നലെ വീണത് 4.5% മുതൽ 6%. ഒരു 7 ദിവസമായിട്ട് 8.5% വീണുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനീസ് നിക്കൈ ഇന്നലെ വീണത് -3 to -4% ആണ്. ഒരാഴ്ചയായിട്ട് -6.2% ഡൗൺ ആണ്. നാസ്ഡാക്ക് ഇന്നലെ വീണത് -1.47% ആണ്. ഒരാഴ്ചയായിട്ട് -3.8% ഡൗൺ ആണ്. S&P 500 ഇന്നലെ വീണത് -0.51% ആണ്. ഇന്നലെ മാത്രം വീണത് 1.9 ഒരാഴ്ചയായിട്ട് വീണത് 1.9% ആണ്. ഇന്നലെ മാത്രം -0.51% ആണ്. ഡൗ ജോൺസ് -0.2% ആണ് ഇന്നലെ വീണത് എന്നുള്ള. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കോസ്പി നോക്കിയപ്പോഴും അനദർ 6% ഡൗൺ. അതായത് ആ കോൺസെൻട്രേഷൻ കൂടുതലുള്ളതുകൊണ്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള കമ്പനികൾ സെല്ലിംഗ് വരുമ്പോൾ അതുള്ള ഇൻഡിസസും ഭയങ്കരമായിട്ട് താഴെ വരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇത്രയും കാര്യങ്ങൾ ഇന്നലെയായിട്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെയും കൂടെ നടക്കുമ്പോൾ ഇന്നലെ നമ്മുടെ നിഫ്റ്റി ഫ്ലാറ്റായിരുന്നു, നമ്മുടെ സെൻസെക്സ് ഫ്ലാറ്റായിരുന്നു. അപ്പോൾ ഗ്ലോബൽ സെൽ ഓഫ് വരുമ്പോൾ ഇന്ത്യ സെൽ ഓഫ് വരുന്നില്ല. അതാണ് നമുക്ക് ഇന്നത്തുള്ള ഏറ്റവും വലിയ ഗ്ലോബൽ ക്യൂ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞു US-ലൊരു വേറൊരു ഇൻഡെക്സ് ഉണ്ട്, ഫിലഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ്, നമ്മൾ സോക്സ് ഇൻഡെക്സ് എന്ന് പറയും. അത് ഏതാണ്ട് ഒരു ദിവസം 4.5% മുതൽ 5% വീണു. ഒരാഴ്ചയായിട്ട് 10% കൂടുതൽ വീണിരിക്കുകയാണെന്നുള്ള. ഞാൻ രാവിലെ 8 മണിക്ക് US ഫ്യൂച്ചേഴ്സ് നോക്കിയപ്പം S&P 500 ഫ്യൂച്ചേഴ്സാണ് ഞാൻ പറഞ്ഞത് -0.57% ഡൗൺ ആണ്. നാസ്ഡാക്ക് -0.93% ഡൗൺ ആണ്. ഡൗ ജോൺസ് -0.54% ഡൗൺ ആണ്. ഇത്രയും ഇന്ന് ഫ്യൂച്ചേഴ്സ്, അതായത് ലൈക്ലി ഓപ്പണിംഗ് ഓഫ് US മാർക്കറ്റ് ഫോർ ടുഡേ ഈവനിങ് ഇന്ത്യൻ ടൈം അങ്ങനെയാണ്. ബട്ട് ഇന്നലെ US മാർക്കറ്റ് വീണപ്പം അതിനകത്ത് ഇൻഫോസിസ് ADR എത്രയായിരുന്നു? നമ്മുടെ ഇൻഫോസിസിൻ്റെ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീപ്റ്റ് വാസ് അപ്പ് ബൈ 4.4% ആൻഡ് വിപ്രോ ADR വാസ് അപ്പ് ബൈ 0.054% എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്കിതിനകത്ത് മനസ്സിലാവുന്നത്? ഈസ് ഇന്ത്യൻ മാർക്കറ്റ് ഡീകപ്പിൾഡ് ഫ്രം ദ AI story? Is India the beneficiary of anti-AI trade? Is India offering better value compared to other markets എന്ന ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നു. സമയം മാത്രമേ അത് പ്രൂവ് ചെയ്യുള്ളൂ. ബട്ട് ഒരാഴ്ചയായിട്ട് മാർക്കറ്റ് പറയുന്ന സ്റ്റോറി ഇതാണ് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ബോണ്ട് ഡീൽസിലേക്ക് ഞാൻ വന്നപ്പം ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. എന്താ, ഒരു ചെറിയ ഒരു അപ്വേർഡ് മൊമെൻറ്റമാണ്. കാര്യം എന്താ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ കാര്യങ്ങൾ വളരെ സുഖകരമായിട്ടില്ല. 10-year bond yield 4.54%, 30-year bond yield 5.08% എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വരുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച്, അതായത് ഞാൻ ബ്രെൻഡ് കൂട് മാർക്കറ്റ് നോക്കിയപ്പോൾ ഏതാണ്ട് $74-85 പെർ ബാരലാണ് ബ്രെൻഡിൻ്റെ വില. എന്നാൽ WTI ക്രൂഡോ $79-80 പെർ ബാരലിൽ ട്രേഡ് ചെയ്യണം. ബട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എടുത്ത് ഇറാൻ ഇപ്പോൾ യമനിലെ ഹൂതി ഉണ്ടല്ലോ, യമനിലെ ഹൂതി എടുത്ത് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ സൈഡ് ബ്ലോക്ക് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറയാം. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇങ്ങനെയാണ് ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ ഓഷ്യനിലേക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇവിടെ, ഇറാൻ ഇവിടെ ഒമാൻ, ഇതിൻ്റെ ഇടയിൽ കൂടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണെങ്കിൽ ഈ ലാൻഡ് പീസിൻ്റെ ഇവിടെ വരുന്നൊരു ഭാഗമുണ്ട്, അതിനെയാണ് റെഡ് സീ എന്ന് പറയുന്നത്. ആ റെഡ് സീ എന്ന് പറയുന്നത് അറേബ്യൻ സീ റെഡ് സീയെ കണക്ട് ചെയ്യുന്നു. റെഡ് സീ കണക്ട് ചെയ്ത് സൂയസ് കനാലിൽ പോകുന്നു. സൂയസ് കനാലിൽ മെഡിറ്ററേനിയൻ വാട്ടേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ള. എന്തുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നു? അതായത് സൗദി അറേബ്യയുടെ മേജറായിട്ടുള്ള 70% ഓയിൽ ട്രേഡ് ചെയ്യുന്നത് റെഡ് സീ വഴിയാണ് എന്നുള്ള. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇവിടെയും റെഡ് സീ ഇവിടെയും കൂടെ ആകുമ്പോൾ ഇവിടെ നിന്നാണ് സൗദി പറയുന്നത്. അപ്പോൾ ഇതിനോട് ഈ സ്ട്രെയിറ്റിന് അടുത്തായിട്ട്, ഈ റെഡ് സീയുടെ അടുത്തായിട്ട് യമനുണ്ട്. യമനിലെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഹൂതി. ആ ഹൂതികളോട് ഇറാൻ പറയുന്നു, അതായത് പൊതുവേ നമ്മൾ
ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ പറയുന്നത് ഇറാനാണ് അവരെയൊക്കെ ഫണ്ട് ചെയ്യുന്നത്. അതായത് ലെബനനിലെ ഹൂതീസിനെ ഫണ്ട് ചെയ്യണം, അല്ല ലെബനനിലെ ഇത് മറ്റേ ഹെസ്ബുള്ളയെ ഫണ്ട് ചെയ്യുന്ന പോലെ തന്നെ യമനിലെ ഹൂതീസിനെ ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. അവർ ഹൂതീസിനോട് പറഞ്ഞു അതുവഴി നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം റെഡ് സീ. അതായത് സൗദി അറേബ്യയുടെ 70% ഫ്ലോ അതുവഴിയാണ്. ഗ്ലോബൽ ക്രൂഡിൻ്റെ 7 തൊട്ട് 9 തൊട്ട് 10% അതുവഴിയാണ് വരേണ്ടത് എന്നുള്ള. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാം, നിങ്ങൾ റെഡ് സീയും കൂടെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതായിട്ട് പറഞ്ഞു എന്ന് അൺകൺഫേംഡ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. എനിക്കതിൽ ഉറപ്പില്ല. അപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ എത്രത്തോളം ഓയിൽ മാർക്കറ്റ് ചോക്ക് ചെയ്യും, അതായത് ഏതാണ്ട് 90 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ആയിരിക്കാം ഒരു പക്ഷേ ഇത് കാരണം ചോക്ഡ് ആവുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആവുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. ഞാനൊന്ന് ഗോൾഡ് മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഗോൾഡ് $4,000 പെർ ട്രോയ് ഔൺസിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സിൽവർ $55-56 പെർ ട്രോയ് ഔൺസിൽ ട്രേഡ് ചെയ്യണു. ഡോളർ ഇൻഡെക്സ് 100.58 ആണ്. USD INR പെയർ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ 96.541 പെർ ഡോളർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. ബട്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തീം എന്താണ്? 2 കാര്യം മാത്രം നോക്കണം. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നു വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ് മാർക്കറ്റിൻ്റെ മൂഡ് ഗേജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്യൂ എന്ന് പറയുന്നത്. നമ്മൾ US സാധാരണ CBOE വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്നും ഇന്ത്യയിൽ ഇന്ത്യ വിക്സ് എന്നും സാധാരണ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡീകപ്ലിംഗ് ട്രേഡ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. CBOE വോളറ്റിലിറ്റി ഇൻഡെക്സ് US മാർക്കറ്റിലെ ഏതാണ്ട് 6.76% ഉയർന്ന് 16.73 എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുമ്പോൾ നേരെ ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് അതായത് ഇന്ത്യ വിക്സ് ഈസ് ഡൗൺ ബൈ -3% ടു 12.87. ദാറ്റ് മീൻസ് India VIX says that Indian market ആരാംസെ but there is volatility in US market. What is pricing in global Q? പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ പേടിക്കാനായിട്ട് മാത്രം ഒന്നുമില്ല. There is calmness, there is stability. But US മാർക്കറ്റിലോ വോളറ്റിലിറ്റി ആങ്സൈറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂടി എന്നാണ് ഈ ഫിഗർ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വിൽ ഇന്ത്യ be an anti-AI trade or will India decouple from the AI trade എന്നുള്ളതാണ് നമ്മൾ ഇനി വരാൻ പോണ ദിവസങ്ങളിൽ നോക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം. ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമുക്കറിയാലോ ബുധനാഴ്ചയോടുകൂടി ഇന്ത്യ UK ട്രേഡ് ഡീൽ എഫക്റ്റീവായി. നമ്മൾ ഇൻഡോ US ട്രേഡ് ഡീൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഗുഡ് എമൗണ്ട് ഓഫ് അക്യൂമുലേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ടെക്സ്റ്റൈൽ സ്റ്റോക്സ്. ദിസ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ ടു ബൈ, അഡ്വൈസ് ഒന്നുമല്ല. സാധാരണ ഇതിൻ്റെ വോളിയം ഇൻഡിക്കേറ്റ് ചെയ്യണം. ഞാൻ നോക്കുമ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്സ്, പേൾ ഗ്ലോബൽ, വെൽസ്പൺ ലിവിങ്, ഇൻഡോ കൗണ്ടർ, കിറ്റെക്സ്, ട്രൈഡൻറ്റ് അങ്ങനെയുള്ള പല സ്റ്റോക്കുകളിലും ചെറിയ ബൈയിങ് അക്യൂമുലേഷൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്നുള്ള. പിന്നെ ഞാൻ ഇന്നലെ ടെക് മഹീന്ദ്ര, അതായത് ഒരു കാര്യത്തിന് വേണ്ടി ടെക് മഹീന്ദ്രയുടെ എക്സാമ്പിൾ പറയാണ്, അല്ലാണ്ട് കമ്പനി നല്ലതോ നല്ലതെന്നുള്ള പ്രേക്ഷകർ തീരുമാനിക്കണം. അതിപ്പോൾ മേടിക്കണം നല്ലതാണോ എന്നുള്ള ഒരു അഡ്വൈസ് ആയിട്ടേ അല്ല പറയുന്നത്. ടെക് മഹീന്ദ്രയുടെ റിസൾട്ട് വന്നേ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കോൺസ്റ്റൻറ്റ് കറൻസി ടേംസ് CCTയിൽ നോക്കുകയാണെങ്കിൽ 2.6% ഗ്രോത്ത് വന്നു. ഓഫ് കോഴ്സ് അതിനകത്തൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ഇമ്പാക്റ്റ് കാരണമാണ് 2.6% വന്നെങ്കിലും ഞാൻ ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ EBITDA മാർജിൻ നോക്കിയപ്പോൾ 14.6% ആണെന്നാണ്. അതിൻ്റെ റെലവൻസ് എന്താണെന്നറിയാം. നമ്മൾ സാധാരണ പഠിക്കാൻ നേരത്ത് ചില കമ്പനികളുടെ മാനേജ്മെൻറ്റ് CEO ഒക്കെ വന്ന് ചാർജ് എടുത്ത് ആ കമ്പനിയിൽ ചില രീതിയിലുള്ള ആ ഒരു പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ കമ്പനിക്ക് എന്തോരം മാർജിൻ എക്സ്പാൻഷൻ വരുന്നു എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ടെക് മഹീന്ദ്ര എന്ന് പറയുന്നത്. അതായത് മോഹിത് ജോഷി എന്ന് പറയുന്ന വ്യക്തി ഇൻഫോസിസിൽ ഉണ്ടായിരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം വന്ന് ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടെക് മഹീന്ദ്രയുടെ മാർജിൻ 10%. ഇപ്പോൾ അത് എത്രയെന്നറിയോ? 10 നിന്ന് 14.6% മാർജിൻ ഇൻക്രീസ് ചെയ്തു. ഓൾമോസ്റ്റ് 40% ഇൻക്രീസാണ് മോഹിത് ജോഷി വന്നതിന് ശേഷം ആ കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, സെയിം റവന്യൂവിൽ പണ്ട് 10% പ്രോഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് സെയിം റവന്യൂവിൽ 14.6% മാർജിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ 40% സെയിം സെയിൽസിൽ തന്നെ പ്രോഫിറ്റ് കൂടി എന്നുള്ള. അതാണ് ഇതേപോലെ CEOs അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് വരുമ്പോൾ കമ്പനിക്ക് വരുന്ന ആ ഒരു ലിവറേജ്, അതാ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ടെക് മഹീന്ദ്രയുടെ കാര്യത്തിൽ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചത് അതാണ് എന്നുള്ള. ബട്ട് ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. ടെക് മഹീന്ദ്ര ട്രേഡ് ചെയ്യണത് 18 ടൈംസ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഓൺ എ 2028 ഏർണിങ്സ്. 2028 ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ
18 PE ടെക് മഹീന്ദ്ര ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ TCSും ഇൻഫോസിസും ട്രേഡ് ചെയ്യുന്നത് 2028 ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ 12-14 ടൈംസിലാണ്. ദാറ്റ് മീൻസ് കമ്പാരിറ്റീവ്ലി ഡിസ്കൗണ്ട് ടു ടെക് മഹീന്ദ്ര. ഇവിടെയും ഞാൻ ഒരു കാര്യം എസ്പെഷ്യലി ഞാൻ പ്രേക്ഷകരോട് എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഈ PE എന്ന് പറയുന്നത് ഇവിടെയും 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, ടെക് മഹീന്ദ്രയ്ക്ക് PE കൂടുതലാണ്, TCS ഇൻഫോസിസിന് കുറവാണ് എന്ന് വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ TCSും ഇൻഫോസിസും കോസ്റ്റ്ലി അല്ല, ടെക് മഹീന്ദ്ര കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ടു ബൈ എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. എന്നാൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതേ PE എങ്ങനെ റീഡ് ചെയ്യണമെന്നറിയോ? ഇവരെല്ലാവർക്കും ഒരേ AI റിസ്ക് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും മാർക്കറ്റ് എന്തുകൊണ്ട് ടെക് മഹീന്ദ്രയ്ക്ക് ഒരു പ്രീമിയം PE കൊടുക്കുന്നു, ഇൻഫോസിസിനും TCSനും കൊടുക്കുന്നില്ല? മാർക്കറ്റ് വിശ്വസിക്കുന്നത് ടെക് മഹീന്ദ്ര വിൽ ഗ്രോ ലാർജർ ആൻഡ് ബിഗ്ഗർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ഇൻഫോസിസ് ആൻഡ് TCS എന്നാണോ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് PE എന്ന് പറയുന്നത് വേറെ ഒരു ഫിഗർ മാത്രം വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് വിശ്വസിക്കരുത്. അതിനകത്ത് കുറച്ചുകൂടി ഡീപ്പർ പോകണം, മറ്റുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. സോ PE ഈസ് നോട്ട് ദ റൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് വേ ഓഫ് അനലൈസിങ് എ സ്റ്റോക്ക്, ദാറ്റ് ഈസ് വൺ വേ ഓഫ് അനലൈസിങ് സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പ്രേക്ഷകരോട് പറയുന്ന കാര്യം എന്താ, നമ്മൾ പലപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചിട്ട് നമ്മൾ വേറൊരു വ്യക്തിയോട് ചോദിക്കും ഈ സ്റ്റോക്ക് നല്ലതാണോ എന്ന് നോക്കി പറയുമോ? ഞാൻ അതിനകത്ത് ഇതായിട്ട് പറയുകയല്ല, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അക്കാഡമിക്കായിട്ട് പറയുന്നത്, നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ റിസർച്ച് നടത്താതെയാണ് നമ്മൾ മേടിച്ചത് എന്നുള്ള രീതിയിലല്ലേ അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് വിശ്വാസമില്ല, വേറൊരാളുടെ സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്നാൽ വേണ്ട, ഇതിന് നല്ല വശം എടുക്കാം. ഞാനിതെല്ലാം പഠിച്ചിട്ടാണ് മേടിച്ചത്, എനിക്ക് വളരെ വിശ്വാസമുണ്ട്, എങ്കിലും ഒരു എക്സ്പേർട്ടായ ഈ വ്യക്തിയും കൂടെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ കൂടും. സ്വാഭാവികം, അങ്ങനെ നമുക്ക് ആലോചിക്കാം. ബട്ട് ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ഇവിടെ ഇരുന്ന് എക്സ്പേർട്ടിനോട് ചോദിക്കുമ്പോൾ ആ എക്സ്പേർട്ടും നമ്മളും തമ്മിലുള്ള സാഹചര്യം വ്യത്യാസമാണ്. അയാളുടെ ചുറ്റുപാട് വെച്ചിട്ടാണ് അയാൾ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യമായിരിക്കും, ആ എക്സ്പേർട്ട് എന്ന് പറയുന്ന ആൾക്ക് 10-100 കോടി പൈസ ഇടുന്നതായിരിക്കും. അയാളെ സംബന്ധിച്ച് മാർക്കറ്റിലേക്ക് വലിയ മൾട്ടി ബാഗർ ഒന്നും റിട്ടേൺ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു 14-16% റിട്ടേൺ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 30% റിട്ടേൺ ആണെങ്കിൽ ചിലപ്പോൾ അയാൾ പറയും ടെക് മഹീന്ദ്ര നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആസ്പിറേഷനും അയാളുടെ ഇൻവെസ്റ്റിംഗ് ആസ്പിറേഷനും ഡിഫറൻ്റ് ആയി. അപ്പോൾ രണ്ടും യോജിച്ച് പോവില്ല എന്നുള്ള. പിന്നെ മൂന്നാമത്തെ കാര്യം, ആ എക്സ്പേർട്ടിന് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹം, അയാൾ ഒരു കൺസർവേറ്റീവ് രീതിയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു വെൽത്ത് ക്രിയേഷൻ, ഒരു മൾട്ടി ബാഗർ മേടിക്കാനാണ്. അപ്പോൾ അയാൾ പറയും ടെക് മഹീന്ദ്ര എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വേറെ ഇൻഫോസിസ് ആണെന്ന് പറയുമ്പോൾ നമ്മളും അയാളും തമ്മിലുള്ള ഡിസ്കണക്റ്റ് അവിടെ വന്നു. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന പോലെ മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ദേഷ്യം വരും. മൂന്നാമത്തെ ഒരു കാര്യം, ചിലപ്പോൾ ആ എക്സ്പേർട്ട് എന്ന് പറയുന്ന ആൾ വളരെ ക്ലീൻ കമ്പനീസ് ആയിരിക്കും നോക്കുന്നത്, ഹൈ ROE, അധികം ഡെറ്റ് ഇല്ലാത്ത കമ്പനിയൊക്കെ ആയിരിക്കാം. അതില്ലാത്ത ഒരു കമ്പനി അയാൾ എടുക്കൂലായിരിക്കും. അപ്പം നമ്മൾ ഒരഭിപ്രായം ചോദിക്കുന്ന കമ്പനിയിൽ ഒട്ടും ROE ഇല്ല, ഭയങ്കര രീതിയിൽ ഡെപ്റ്റുമാണ്. മാർക്കറ്റ് ചിലപ്പോൾ ഇതേപോലത്തെ പെന്നി സ്റ്റോക്സിനെയും ഭയങ്കരമായിട്ട് 100%, 200% വരും. അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും, അയ്യോ ഇതിനകത്ത് കടമാണ്, ഇതിനകത്ത് ROE ഒന്നുമില്ല, ക്യാഷ് ഒന്നുമില്ല, നിങ്ങൾ മേടിക്കണ്ട എന്ന് പറഞ്ഞു. അയാൾ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണമെങ്കിലും നമ്മുടെ സ്റ്റോക്ക് കയറിയില്ലെങ്കിൽ നമ്മൾ പറയും ഈ ആൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് ടെക് മഹീന്ദ്രയുടെ PEയുടെ റേറ്റിംഗ് ഇൻഫോസിസ് ആയിട്ടും TCSുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് 2 രീതിയിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളണം എന്ന് ഞാനൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു 2-3 കാര്യങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ദീപക് നൈട്രേറ്റ് എന്ന് പറയുന്ന കമ്പനിയും വിജയ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയും, ഇത് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെസ്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈ വോളിയം അല്ലെങ്കിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഈ സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതുമാത്രമല്ല, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡോടുകൂടി റിസൾട്ട് വരും. അപ്പോൾ അവർ പുതിയ MD പറയും, ഇൻറ്റേർണലി ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കാം എന്നുള്ള ഒരു റൂമറും കൂടെ വരുന്നുണ്ട്. ഡെലിവറിയിലും വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഡീലും വോളിയൂംസും നടക്കുന്നുണ്ട്. സോന BLW ഒരു JVയുടെ ന്യൂസ് വരാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നു. അതുമാത്രമല്ല, SBI കാർഡ്സിലെ സ്ട്രോങ് Q1 എക്സ്പെക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും PMS കമ്പനീസും അക്യുമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറയുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ആവരുത്. ഞങ്ങളത് പറയുന്നത് തെറ്റാനുള്ള എല്ലാ സാധ്യതകളും അതിനകത്തുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെസ്കിൽ നിന്നുള്ള ഫീഡ്ബാക്കും വോളിയംസും മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണെന്നുള്ള. ഇനി ഞാൻ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് വരാം. സ്പോട്ട്ലൈറ്റ് ബിസിനസ് വേറെ ഒന്നുമല്ല. ഞാനിപ്പം ഒരു 2 ദിവസമായിട്ട് നമ്മൾ വൈകുന്നേരം ഇത്തിരി ലേറ്റായിട്ട്
പോകാൻ നേരത്ത്, എസ്പെഷ്യലി പനമ്പള്ളി നഗർ സൈഡിലേക്ക് പോകാൻ നേരത്ത് ആ മെട്രോൻ്റെ സൈഡൊക്കെ കഴിഞ്ഞ് മനോരമ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഭയങ്കര രീതിയിൽ ബ്ലോക്ക് കാണാറുണ്ട്. മഴയും കൂടെ വരുമ്പോൾ ഇതെല്ലാം കൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യും. ഞാൻ നോക്കുമ്പോൾ എന്താ ഭയങ്കര രീതിയിൽ. അപ്പം വൈകുന്നേരമൊക്കെ ഈ ഓഫീസ് വിടുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണല്ലോ കാണുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൂ വീലേഴ്സ് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മൾ ആലോചിക്കണം, ഈ ടൂ വീലർ കമ്പനികൾ കൊള്ളാലോ എന്ന് വെച്ചപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബജാജിൻ്റെ 3-4 വണ്ടികളുണ്ട്. അപ്പോൾ ബജാജ് കൊള്ളാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് റോയൽ എൻഫീൽഡിൻ്റെ 5 എണ്ണം കണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തലമാറ്റും, അയ്യോ റോയൽ എൻഫീൽഡാണോ കൂടുതൽ സെല്ല് ചെയ്യണത്. ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഇലക്ട്രിക് വെഹിക്കിൾസ്, ഗിയർ ഉള്ളത്, ഗിയർ ഇല്ലാത്തത്, പല CC എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളായിരിക്കും കോമൺ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ടൂ വീലർ എന്തോരം കൂടുന്നു. അപ്പോൾ ടൂ വീലറിന് വേണ്ടി എല്ലാ കമ്പനികൾക്കും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. കാര്യം നമ്മൾ എപ്പോഴും പറയും മാർക്കറ്റിൽ ഏറ്റവും നല്ല ടൂൾ അതെന്നറിയോ, സ്റ്റോക്ക് നമുക്ക് മേടിക്കാൻ ഒബ്സർവേഷൻ ആണെന്ന് പറയും. പീറ്റർ ലിഞ്ച് എപ്പോഴും പറയാറുണ്ട്, ബൈ വാട്ട് യു സീ. നിങ്ങൾ കാണുന്ന കാര്യമായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ എന്നുള്ള. അതായത് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ റോഡിൽ നിന്ന് കാണുന്ന ഒരു സ്റ്റോക്ക് ഐഡിയ ആയിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ. അത് എൻ്റെ രീതി, എല്ലാവർക്കും അതുപോലെയല്ല. അപ്പം ഞാൻ ഈ ബുക്കുകൾ നോക്കാറില്ല, എപ്പോഴും ഒബ്സർവേഷനാണ് നോക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടി പറയാനുള്ളതെന്നുള്ള. അപ്പം ഞാൻ ഏത് കാര്യങ്ങളും ഈ ഐയിൽ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ എല്ലാ ബൈക്കുകളിലും ഈ പറയുന്ന പോലെ ഹെഡ് ലാമ്പ്സ് ആണെങ്കിലും ശരി, ടെയിൽ ലാമ്പ് ആണെങ്കിലും ശരി, എല്ലാം LED ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഈ LED ആണോ ഇപ്പോൾ എല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പഴയ രീതിയിലുള്ള ലൈറ്റുള്ള ടൂ വീലർ കാണുമ്പോൾ വളരെ അരോചകമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എല്ലാവരും ഇനി LED മാറുമല്ലോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 10-25 കൊല്ലമായിട്ടിരിക്കുമ്പോൾ ഒരുപാട് കമ്പനിയെക്കുറിച്ച് അറിയായിരിക്കും. പലതും നമ്മുടെ ബ്രെയിനിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുകയായിരിക്കും, ഉറങ്ങിക്കിടക്കായിരിക്കും. ചില ഇൻസിഡൻറ്റ് കാണുമ്പോഴായിരിക്കും അത് ട്രിഗർ ചെയ്യണം. കാര്യം ഞാൻ ഈ LED ലാമ്പ് നോക്കി പെട്ടെന്ന് ഞാൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ അപ്പുറത്തൊരു ബസ് സ്റ്റക്കായിട്ട് കിടക്കുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു LED ഡിസ്പ്ലേ കാണുന്നു. അപ്പോൾ അതും ഇതും LED. അതുമാത്രമല്ല, ആ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ നോക്കിയപ്പോഴത്തേക്കും മെട്രോൻ്റെ ഡീറ്റെയിൽസ് എഴുതിയതും സമയം എഴുതിയിരിക്കുന്നതൊക്കെ LED. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കമ്പനിയെക്കുറിച്ച് ഓർമ്മ വന്നതെന്നുള്ള. അതായത് ആ കമ്പനിയുടെ പേര് വേറെ ഒന്നുമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ FIAM ഇൻഡസ്ട്രീസ്, FIEM ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ് എന്നുള്ള കാര്യം. അവർ ബേസിക്കലി ഉണ്ടാക്കുന്ന ഈ LED ഹെഡ് ലാമ്പ്, ബ്രേക്ക് ലാമ്പ്, LED ഡിസ്പ്ലേ ഒക്കെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഏതാണ്ട് ഡൽഹി ഹെഡ് ക്വാർട്ടേഡ് കമ്പനിയാണ്. 1989 ഇൻകോപ്പറേറ്റ് ചെയ്താണ്. ഇവർ പല ടൂ വീലർ എക്കോ സിസ്റ്റത്തിനും Tier 1 ആയിട്ടുള്ള ഓട്ടോ കമ്പോണൻറ്റ് കമ്പനിയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്താ, ഓട്ടോമോട്ടീവ്, ലൈറ്റ്നിങ്, സിഗ്നൽ ഇക്വിപ്മെൻറ്റ്സ് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ്, അതുകൂടാതെ റെയർ വ്യൂ മിറർ, പ്ലാസ്റ്റിക് മോൾഡഡ് പാർട്സ്, അതായത് ഈ ഹെഡ് ലാമ്പൊക്കെ വയ്ക്കാനായിട്ടുള്ള പ്ലാസ്റ്റിക് മോൾഡുകളൊക്കെ ഇവരുണ്ടാക്കും, ഷീറ്റ് മെറ്റൽ കമ്പോണൻസ്, പിന്നെ അതുമാത്രമല്ല കുറച്ച് സേഫ്റ്റി ആൻഡ് ഇലക്ട്രോണിക് പാർട്സ് ഒക്കെ ഇവർ ഉണ്ടാക്കുന്നു എന്നുള്ള. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണറാണ് ഈ കമ്പനി കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പേര് JK ജെയിൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 66 മുതൽ 65-50-56%, ഏതായാലും 50% മുകളിൽ അവർക്ക് ഷെയർ ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ദേ ഹാവ് ഗോട്ട് എ സ്കിൻ ഇൻ ദ ഗെയിം. അത്രയ്ക്ക് മാത്രം വിശ്വാസം ഉള്ളതുകൊണ്ട് അവർക്ക് അത്രയും വലിയൊരു ഷെയർ ഹോൾഡിംഗ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരങ്ങനെ ഒരു കൺസ്യൂമർ ബ്രാൻഡ് കമ്പനിയായിട്ട് നമ്മൾ കാണണ്ട, ഒരു ഇൻഡസ്ട്രിയൽ സപ്ലയർ ആയിട്ട് കൂട്ടാം. കാര്യം എന്നറിയോ, നമുക്ക് ഈ FIAM ഉണ്ടാക്കുന്ന പല പ്രോഡക്ട്സും ഒരു വെഹിക്കിളിൻ്റെ സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കണം. അതുമാത്രമല്ല ഒരുപാട് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല ക്ലയൻസിന് സപ്ലൈ ചെയ്യേണ്ട ലാർജ് വോളിയമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൺസ്യൂമർ ബ്രാൻഡ് അല്ല, ഒരു ഇൻഡസ്ട്രിയൽ സപ്ലയർ എന്ന രീതിയിൽ വേണമെങ്കിൽ കാണാം. നമുക്കിതിനൊരു പ്രോക്സി പ്ലേ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പിക്കാക്സ് തീം അല്ലെങ്കിൽ പിക്ക് ആൻഡ് ഷോവൽസ് തീം, അതായത് ടൂ വീലർ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ നമ്മൾ നേരിട്ട് കമ്പനികളെ മേടിക്കാതെ അതിനകത്ത് സപ്ലയർ കമ്പനീസിനെ മേടിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെയിൽ വിൻഡ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിൽ ഏതാണ്ട് 26.7 മില്യൺ ടൂ വീലേഴ്സാണ് ഒരു കൊല്ലം വിൽക്കുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും 12% ഉയർന്നു ഒരു സിംഗിൾ ഇയർ. അപ്പോൾ അത്രയും വണ്ടികൾക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഹെഡ്ലൈറ്റ് വേണം, ടെയിൽ ലാമ്പ് വേണം, ഇൻഡിക്കേറ്റർ വേണം, മിറർ വേണം, ഡേ ടൈം റണ്ണിങ് ലാമ്പ് വേണം, ഇതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക എത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനിക്ക് ഉള്ളതെന്നുള്ള. അതുമാത്രമല്ല ഈ ടൂ വീലേഴ്സ് ഒരു സൂപ്പർ സൈക്കിളിലേക്ക് കയറാണ്. സൂപ്പർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ റൂറൽ ഇൻകം ഭയങ്കരമായിട്ടായപ്പോൾ റൂറലിലും ഭയങ്കരമായിട്ട് ടൂ വീലർ സെല്ല് ചെയ്യുന്നു. പിന്നെ ഓരോ ബൈക്കുകളൊക്കെ പ്രീമിയം ബൈക്ക് ആവുകയാണ്. ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നു. പിന്നെ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുന്നു. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ റെവല്യൂഷൻ വരുന്നു. ഇപ്പോൾ ഉള്ള ചിലപ്പോൾ എല്ലാ ബൈക്കും ഇപ്പോൾ 100 ബൈക്ക് ഇന്ത്യൻ റോഡിലുണ്ടെങ്കിൽ ഈ 100 ബൈക്കും
ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ സെല്ല് ചെയ്തതിൻ്റെ ഇരട്ടി ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, LED റെവല്യൂഷൻ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള. അതായത് എല്ലാ ബൈക്കുകളും ടൂ വീലേഴ്സും ഇപ്പോൾ LED ലൈറ്റ്സിലേക്ക് പോകുന്നു എന്നുള്ളത് ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഈ ഫിയാം പോലത്തെ കമ്പനീസിന് 63% റവന്യൂവും LED ലൈറ്റിങ്ങിനാണ് വരണമെങ്കിൽ എന്താണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഈ കൺവെൻഷണൽ ഹാലജൻ ലാമ്പ് യൂസ് ചെയ്യുമ്പോൾ 200 രൂപ 300 രൂപയ്ക്കാണ് സെല്ല് ചെയ്ത് പോകണമെന്ന് ഒരു ഉദാഹരണത്തിന് വിശ്വസിക്കുക. അപ്പോൾ ഒരു വെഹിക്കിളിൽ നിന്ന് അവർക്ക് 200-300 രൂപയാണ് കിട്ടുന്നത്. പക്ഷേ ഹാലജൻ മാറ്റി അതേ കമ്പനി ആ ഹാലജൻ മാറ്റി LED ആകുമ്പോൾ ഏതാണ്ട് 1500-2000 രൂപയ്ക്കാണ് അതിൻ്റെ ആ കമ്പോണൻ്റെ വില വരുന്നത്. അപ്പം നേരത്തെ റവന്യൂ പെർ വെഹിക്കിള് 200-300 രൂപ കിട്ടിയിരുന്ന സ്ഥലത്ത് 1500-2000 രൂപ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാർജിനും കൂടുതലായിരിക്കും. അത് വലിയൊരു ബമ്പപ്പല്ലേ ഫിയാം ഇൻഡസ്ട്രീസ് പോലെയുള്ള കമ്പനികൾക്ക് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം പെർ വെഹിക്കിൾ റവന്യൂ ഫിയാം ഇൻഡസ്ട്രീസിന് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സെയിം കമ്പനി തന്നെ അവരുടെ ഈ ഹാലജൻ ലാമ്പ് മാറ്റി ഇതിലേക്ക് മാറ്റുകയും അതുകൂടാതെ തന്നെ പുതിയതായിട്ടുള്ള വെഹിക്കിൾസിലും പുതിയ LED വരുമ്പം അത് ഭയങ്കരമായിട്ട് റവന്യൂ ബമ്പപ്പ് ഇതേപോലെയുള്ള കമ്പനിക്ക് കൂടും, മാർജിൻ ഇൻക്രീസ് ചെയ്യും, EPS ഇൻക്രീസ് ചെയ്യും, കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകും എന്നുള്ള. പിന്നെ ഗവൺമെൻറ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു അഡ്വാൻറ്റേജ്. അതായത് ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് എന്താ, പല റൂളും കൊണ്ടുവന്ന് LED സ്റ്റാൻഡേർഡ്, അതായത് ഓട്ടോമാറ്റിക് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇതേപോലുള്ള കമ്പനിക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. അതായത് ഡേ ടൈം റണ്ണിങ് ലാമ്പൊക്കെ ഇപ്പോൾ രാവിലെയും വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ കമ്പനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള. പിന്നെ EV വേവ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, അതായത് ഇലക്ട്രിക് ടൂ വീലേഴ്സ് വരുമ്പോൾ അതിൻ്റെയൊക്കെ ലുക്ക് ആൻഡ് ഫീൽ ഒരു പ്രീമിയം ലെവലിലാണ്. ഒരുപാട് ഡിസ്പ്ലേയും LED ഒക്കെ ആയിട്ട് ലൈറ്റ്സിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുമ്പോഴും ഈ കമ്പനിക്ക് അത് ബെറ്റർ ആയിട്ട് വരുന്നു എന്നുള്ള. അപ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, പിന്നെ ഈ ഹീറോ ഗ്ലാമർ, യമഹ XSR 155 അത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നുള്ള. അപ്പോൾ ഈ 4 വീലർ സെഗ്മെൻറ്റിലേക്ക് ഇവർക്ക് വളരെ കുറച്ച് റവന്യൂ ഉള്ളൂ. ടോട്ടൽ 2790 ക്രോസ് റവന്യൂവിൽ ഇവർക്ക് 4 വീലർ ഡിവിഷനിൽ നിന്ന് 100-150 ക്രോർ റവന്യൂ ഉള്ളൂ. പക്ഷേ അത് ഇൻക്രീസ് ചെയ്ത് 200-250 ക്രോർസ് 2027 മുതൽ 28 ആവും. അതായത് ഇവർ മെയിൻലി ടൂ വീലർ എക്കോസിസ്റ്റത്തിനാണ് സപ്ലൈ ചെയ്യുന്നത്. ഇവർക്ക് ടോട്ടൽ സൈസിൽ 4 വീലർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും 100-150 കോടിയാണെങ്കിൽ 2027-28 കൂടി അത് ഏതാണ്ട് 200-250-300 കോടി ആവുന്നുള്ള. അപ്പോൾ അതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫിയാം ഇൻഡസ്ട്രീസിനും കൂടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഈസ് വെരി ബിഗ്. അത് മാത്രമല്ല, ഇവർ ജാപ്പനീസ് ഹോണ്ടയ്ക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹാർലി ഡേവിഡ്സൺ US ചെയ്യുന്നുണ്ട്, ട്രാക്ടർ ആൻഡ് ഫാം എക്യുപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് കമ്പനി ഉണ്ട് കുബോട്ടോ, അവർക്ക് കുബോട്ടയ്ക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ ഒരുപാട് യൂറോപ്യൻ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർക്ക് ഓസ്ട്രിയ, UK, ജർമ്മനി, ഏഷ്യയിൽ തന്നെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാമിലേക്കൊക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ എക്സ്പോർട്ടും കൂടി ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇവർക്ക് നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവർക്ക് 3 വേൾഡ് ക്ലാസ് R&D ആൻഡ് ഡിസൈൻ സെൻറ്റേഴ്സ് ഉണ്ടെന്നറിയാം. ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, ഇവിടെയൊക്കെ ഇവർക്ക് R&D സെൻറ്റർ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ ഇവർ ടെക്നോളജി യൂസ് ചെയ്ത് പോകുന്നു എന്നാണ്. ഏതാണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇവർ പുതിയ പ്രോഡക്ട്സിലേക്ക് ഇറങ്ങുന്നു. അതായത് അഡാപ്റ്റീവ് ലൈറ്റിംഗ് സിസ്റ്റം, മേട്രിക്സ് ലാമ്പ്, അഡ്വാൻസ് ഫ്രണ്ട് ലൈറ്റിംഗ് സിസ്റ്റം, ലേസർ ബീം ടെക്നോളജി. അതായത് ഇതൊക്കെ പലതും ഇപ്പോൾ യൂറോപ്യൻ വെഹിക്കിൾസിൽ, ടൂ വീലറിലും 4 വീലറിലും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനം ഇവർ ടെക്നോളജിക്കലി ഇവിടെ ഡെവലപ്പ് ചെയ്തത് ഇവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവരുടെ ഫെസിലിറ്റീസിലൊക്കെ ഇവർക്ക് നല്ല ഇലക്ട്രോ മാഗ്നറ്റ് ഇൻ്റർഫറൻസ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ലബോറട്ടറി ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് ടെസ്റ്റ് ചെയ്യണമെങ്കിലും ഇവർക്ക് ഇൻ ഹൗസ് തന്നെ ടെസ്റ്റ് ചെയ്യാം, പുറത്ത് കൊടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരെ ലീഡ് ടൈം, അതായത് ഒരു സാധനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടൈം ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ കൂടുതൽ പ്രോഡക്ട്സ് ഇവർക്ക് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റും. അപ്പോൾ ടെക്നോളജി സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലും ഇവർ വളരെ മുൻപന്തിയിലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡെവലപ്മെൻറ്റ് സൈക്കിളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ഇവർക്ക് ഏതാണ്ട് 100-ൽ പരം പുതിയ കാര്യങ്ങൾ പുതിയ പ്രോജക്റ്റായിട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് മാത്രം 1000-1200 കോടി ഇവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളതും ഇതിന് വലിയ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനിയുടെ റവന്യൂസ് ഒന്ന് നോക്കുകയാണെങ്കിൽ 2024 2299 ക്രോസ് ആണെങ്കിൽ 2026 ആയപ്പോൾ 2790 ക്രോസ് ആയി. പാറ്റ് 172 കോടിയായിരുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈ കൊല്ലം വന്നപ്പോൾ 253 കോടിയായി. ഓപ്പറേറ്റിംഗ് മാർജിൻ 13% നിന്ന് ഇൻക്രീസ് ചെയ്ത് 14.09 ആയിട്ട്
ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർന്നു എന്നുള്ളത് വളരെ പ്ലസ് പോയിന്റ് ആണെന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം ഡിവിഡൻഡ് 30 രൂപ പെർ ഷെയർ ആണ് കൊടുത്തെങ്കിൽ ഈ കൊല്ലം 40 ആണ് എന്നുള്ളത്. ഈ കമ്പനി ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ എൻ്റെയാണ്. ലാസ്റ്റ് 5 കൊല്ലത്തെ പ്രോഫിറ്റ് CAGR 39% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് എന്നുള്ളത്. ക്വാളിറ്റി ആയിട്ടുള്ള കോമ്പൗണ്ടിങ് മെഷീനാണ്. ഇവർക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി 22.6% ഉണ്ട് എന്നുള്ളത്. ഇവർക്ക് 2026 ക്യാപെക്സ് 108 കോടിയുടെ ക്യാപെക്സ് ആണെങ്കിൽ ഇനി അടുത്ത 2 കൊല്ലം 200 കോടിയുടെ ക്യാപെക്സ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും ക്യാപെക്സ് ഇട്ടിട്ട് ROE 22.6 ആണെങ്കിൽ നേരത്തെ 108 ക്യാപെക്സിൽ ROE 22.6 ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇനി ആ 108 പകരം 200 കോടി ഇടുമ്പോൾ ROE 22 അതല്ലെങ്കിൽ അവർ എക്സ്പാൻഡ് ചെയ്യുകയോ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺ ഇവർക്ക് ഉണ്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഈ എല്ലാ ഫെസിലിറ്റീസിനും വേണ്ടി ഉപയോഗിക്കുന്ന പവറിൻ്റെ 65% സോളാർ ബേസ്ഡ് ആക്കിയുകൊണ്ട് ഇവരുടെ കോസ്റ്റും ഭയങ്കരമായിട്ട് കുറയുന്നു എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 5,900 കോടി 5,900 ക്രോസ് അറ്റ് ദ പ്രൈസ് ഓഫ് CMB 2,245 പെർ ഷെയർ. ഞാനിത് ഫിയാം ഇൻഡസ്ട്രീസ് ഞാൻ പ്രേക്ഷകരെ മുന്നിൽ അവതരിപ്പിച്ചത് ഇത് സ്റ്റോക്ക് ഐഡിയോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ലെങ്കിൽ മേടിക്കാൻ പറ്റിയ സമയം ടെക്നിക്കലി ചാർട്ട് നല്ലതാണോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ കമ്പനി പറയാൻ കാര്യം എങ്ങനെ നമുക്ക് ഒബ്സർവേഷൻ ചെയ്യുന്നു. ഒരു ട്രാഫിക് സിഗ്നലിൽ കിടക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നും കോമൺ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ബിസിനസ് ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു അക്കാഡമിക് പർപ്പസിന് നല്ലാതെ ഇതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യുക. എനിക്ക് ഈ കമ്പനിയിൽ എൻ്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ആരും ഹോൾഡ് ചെയ്യുന്നില്ല, നിക്കിലിനും ഇല്ല എന്നുള്ള. സോ ടേക്ക് മൈ ആർഗ്യുമെൻറ്റ്സ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒബ്സർവേഷൻ പറയണം. ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഈ PEയുടെ കാര്യങ്ങളാണെങ്കിലും ടെക് മഹീന്ദ്രയുടെ കാര്യങ്ങളാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെസ്കിലെ വോളിയം ആണെങ്കിലും ഞാൻ പറഞ്ഞ് വോളിയം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PE 2 രീതിയിൽ വ്യൂ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജനറൽ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് പല സ്റ്റോക്ക് ഐഡിയയും ബിസിനസ് ഐഡിയയും കിട്ടും എന്നുള്ളതും മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ. നമുക്കിനി വരുമ്പോഴത്തേക്കും തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കും വേൾഡ് കപ്പ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടി നമ്മുടെ കയ്യിലിരിക്കും. യുദ്ധം എങ്ങനെ പോകുന്നു ഉള്ളത് മനസ്സിലാക്കും. ഈ വീക്കെൻഡോടുകൂടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി എനിക്കൊന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉച്ചതിരിഞ്ഞ് റിസൾട്ട് വരും. സാറ്റർഡേയോടുകൂടി മേജർ ബാങ്ക്സിൻ്റെ റിസൾട്ടും വരും. ഇതൊക്കെ ആയിരിക്കാം മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. എങ്കിലും ദ മൂഡ് ക്വസ്റ്റ്യൻ ഇസ് ജിയോ പൊളിറ്റിക്സ് എന്തായിരിക്കും ക്രൂഡിൻ്റെ പ്രൈസസ് നിൽക്കുന്നത്. അത് കൂടാതെ തന്നെ എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഡീകപ്പിൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ആയിരിക്കും മാർക്കറ്റിനെ ഇനി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഓട്ട് യൂണിക്കിൽ എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. വിപണിയെ സംബന്ധിച്ചിടത്തോളം പല വമ്പൻ ക്വാർട്ടർ റിസൾട്ടുകളും വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ജിയോ പൊളിറ്റിക്കൽ അപ്ഡേഷൻസ് ഒക്കെ തന്നെ തുടർന്നും എങ്ങനെ വരും എന്നുള്ളത് തന്നെയായിരിക്കും അടുത്തയാഴ്ചയും മാർക്കറ്റിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് ഹൗസിൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. തിങ്കളാഴ്ച ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. ഉത്തരം നന്ദി, നമസ്കാരം. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.